ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരുത്തനും ഇങ്ങനെ കയറി പോയിട്ടുണ്ട് ഇപ്പോൾ. അതായത് ഇവിടുത്തെ ഡ്രെയിനേജ് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും മനുഷ്യന്മാർ തന്നെയാണ്. നമ്മൾ പണ്ട് തോട്ടിയുടെ കഥ ഓർമ്മയില്ലേ? തോട്ടികൾ എന്ന് പറഞ്ഞത് നമ്മൾ ഇപ്പോഴും തമിഴ്നാട്ടിൽ ഇപ്പോഴും തോട്ടികളുണ്ട്. അവർ കക്കൂസ് വാരി ചാക്കിലാക്കി കൊണ്ടുപോകുന്ന മനുഷ്യന്മാരുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വരുന്ന സമയത്ത് കാണുന്ന കാഴ്ചയാണ്. അതായത് കുറേ നേരം അയാൾ അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട്, കാരണം ഇതിൻ്റെ ആ ഒരു സ്മെല്ലില്ലേ, ആ ഒരു ചൂട്, ഇതിന്ന് മിക്കുന്ന ഗ്യാസ് ഇല്ലേ, എന്താ മീത്തേനോ ഈത്തേനോ, ആ ഒരു ഇത് ഇവിടുന്ന് തന്നെ നമുക്ക് വല്ലാത്തൊരു സഫോക്കേഷൻ ഉണ്ടാക്കുന്നുണ്ട്. ചങ്ങാതി വിളിച്ച് നോക്കുന്നുണ്ട്. എന്നിട്ട് ഒരാൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതൊക്കെ കൂടി വാരി ഇങ്ങനെ പുറത്തേക്ക് ഇടുകയാണ്. അവിടെ ബ്ലോക്കായിട്ട് സൊസൈറ്റിയിലുള്ള ആൾക്കാരൊക്കെ കൂടി കംപ്ലൈൻറ്റ് കൊടുക്കുന്ന സമയത്ത് മുനിസിപ്പാലിറ്റി അയക്കുന്ന ആളാണ്. നമ്മൾ 3rd ലാർജസ്റ്റ് ഇക്കോണമി, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡിജിറ്റൽ ഇന്ത്യ അല്ലെങ്കിൽ ഇക്കോണമി എന്നൊക്കെ പറയുന്ന നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും ഇങ്ങനത്തെ മനുഷ്യന്മാരുണ്ട് എന്ന് പറയുന്ന സമയത്തെ ഇങ്ങനെ കുഴിയിലിറങ്ങിയിട്ട് ക്ലീൻ ചെയ്യുന്നതിനിടയിൽ ഈ 2026 വരെ 414 പേരാണ് മരിച്ചിട്ടുള്ളത് ശ്വാസം മുട്ടിയിട്ട്. ആൻഡ് ഈ ചെയ്യുന്ന വർക്കേഴ്സ് ഉണ്ടല്ലോ, ഇവരൊക്കെ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരാണ്, ദളിത വിഭാഗത്തിൽപ്പെട്ടവരാണ്. ആൻഡ് എസ്പെഷ്യലി വാൽമീകി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാസ്റ്റിൽ വരുന്ന ആൾക്കാരാണ് ഇത് ചെയ്യുന്നത്. അവരുടെ കുട്ടികൾ അങ്ങനെ പരമ്പരയായിട്ട് ഇവർ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് അവരുടെ കുലത്തൊഴിലാണ്, അവർ ചെയ്യേണ്ടതാണെന്നുള്ളൊരു ബോധത്തിലാണ് ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്.